നമസ്കാരം, ജേക്കബ് ജോർജിൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഹയർ സെക്കൻഡറി +1 വിഭാഗത്തിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള 4ാമത്തെ യൂണിറ്റായ ബ്രേവിംഗ് ദ ഹസാർഡ്സ് ആണ്. ഈ ബ്രേവിംഗ് ദ ഹസാർഡ്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചാപ്റ്റർ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ, ദുരന്തങ്ങളും ഇന്ത്യയിലെ ദുരന്ത നിവാരണ സംവിധാനങ്ങളും. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു എസ്സേ ആണ്. ഈ എസ്സേ എഴുതിയത് അഞ്ജന മജുംദാർ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഓവർവ്യൂ എന്നുള്ള നിലയിൽ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഈ ഡിസാസ്റ്റേഴ്സ് 2 തരത്തിലുണ്ട്. ഒന്ന് നാച്ചുറൽ ഡിസാസ്റ്ററും ഒന്ന് മാൻമെയ്ഡ് ഡിസാസ്റ്ററും. എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലെങ്കിൽ എന്താണ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ? നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങളെയാണ് നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പ്രകൃതിയിലുണ്ടാകുന്ന വലിയ ദുരന്തങ്ങളെയാണ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണെങ്കിൽ വെള്ളപ്പൊക്കം, വലിയ മഴ, സുനാമി, തീപിടുത്തം പ്രകൃതിയിലുണ്ടാകുന്ന തീപിടുത്തങ്ങളാണ്. ഇതെല്ലാം പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിൻ്റെ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചെർണോബിൽ നടന്ന ഒരു വാതക ചോർച്ച, അതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്ററിന് ഉദാഹരണമാണ്. അതുപോലെ നമ്മളെവിടെയെങ്കിലും പണിത ഡാം പൊട്ടി പോവുക, അതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്ററിന് ഉദാഹരണമാണ്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഫാക്ടറിയിൽ നിന്ന് ഏതെങ്കിലും വിഷവാതകങ്ങൾ ലീക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വമായിട്ട് ഏതെങ്കിലും കാടിന് തീയിടുക, ഇതെല്ലാം മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിന് ഉദാഹരണങ്ങളാണ്. എന്തായാലും നമ്മുടെ പ്രകൃതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ധാരാളം മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സും അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും ഉണ്ട്. ഒന്നിനു പുറകെ ഒന്നെന്നുള്ള നിലയിൽ കൃത്യമായ ഇടവേളകളിൽ അവരിങ്ങനെ മാറി മാറി വരുന്നുമുണ്ട്. അപ്പം ഇത്തരം ദുരന്തങ്ങൾ എന്തായാലും വരും, അതിനെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, ഈ ദുരന്ത നിവാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. ഹൗ ടു സ്റ്റോപ്പ് ഡിസാസ്റ്റേഴ്സ് അത് പോസിബിൾ അല്ല, പക്ഷേ ഹൗ ടു സേവ് അസ് ഫ്രം ഡിസാസ്റ്റേഴ്സ് അത് നമുക്ക് മനുഷ്യരെ കൊണ്ട് പോസിബിളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ഹൗ ടു സേവ് അവർ സെൽസ് ഫ്രം ഡിസാസ്റ്റേഴ്സ്, നമ്മളെ എങ്ങനെ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിച്ച് നിർത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നിമിഷം തന്നെ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക, വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കിനി ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിൻ്റെ പേര് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ, ദുരന്തങ്ങളും ഇന്ത്യയിലെ ദുരന്ത നിവാരണ സംവിധാനങ്ങളും. ഓക്കെ, ഡിസാസ്റ്റർ ഈസ് എ വെരി കോമൺ ഫിനോമിനൻ ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഡിസാസ്റ്റേഴ്സ്, ദുരന്തങ്ങൾ വളരെ സർവ്വസാധാരണമായ ഒന്നാണ്. ഹ്യൂമൻ ബീങ്സ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ഡിസാസ്റ്റേഴ്സ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് സിൻസ് ടൈം ഇമ്മെമ്മോറിയൽ. ആദിമകാലം മുതൽ പല രീതിയിലുള്ള ദുരന്തങ്ങൾ മനുഷ്യരാശി അനുഭവിച്ചു വരികയാണ്. The latest World Disaster Report suggests that disasters have increased both in frequency and intensity. The latest World Disaster Report, ഏറ്റവും അവസാനമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ലോക ദുരന്ത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ദുരന്തങ്ങളുടെ എണ്ണവും അതിൻ്റെ ശക്തിയും അനുദിനം കൂടിക്കൂടി വരികയാണ്. People are becoming more and more vulnerable to disasters of all types, which include earthquakes, floods, cyclones, landslides, droughts, accidents, plane crashes, forest fires, etc. സോ പല രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സാണ് നമ്മുടെ ഇടയിലുള്ളത്. അതിന് ഉദാഹരണങ്ങളാണ്: ഒന്ന് എർത്ത് ഭൂമികുലുക്കം, ഫ്ലഡ് വെള്ളപ്പൊക്കം, സൈക്ലോൺസ് വലിയ ചുഴലിക്കാറ്റുകൾ, ലാൻഡ്സ്ലൈഡ്സ് മണ്ണിടിച്ചിലുകൾ, ഡ്രോട്ട്സ് വരൾച്ച, ആക്സിഡൻറ്റ്സ് അപകടങ്ങൾ, പ്ലെയിൻ ക്രാഷസ് വിമാന ദുരന്തങ്ങൾ, ഫോറസ്റ്റ് ഫയർസ് കാട്ടുതീ. അപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ ധാരാളം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നത്തെ കാലത്ത് ആളുകൾ വളരെ പെട്ടെന്ന് ദുരന്തങ്ങൾക്ക് ഇരയായി മാറുകയാണ്. ദിസ് ഈസ് ക്വൈറ്റ് ട്രൂ ഇൻ ദ കേസ് ഓഫ് ബോത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. സോ ഇത് വികസിത രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസ്വര രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്.
The floods in the UK and France and the heat waves in Europe, particularly the one in France in 2003, claimed lots of lives. ഫ്ലഡ്സ് ഇൻ ദ യു കെയിൽ ഇംഗ്ലണ്ടിലുണ്ടായ വെള്ളപ്പൊക്കം, അതുപോലെ ഫ്രാൻസിലുണ്ടായ വെള്ളപ്പൊക്കം, പിന്നെ അതുപോലെ തന്നെ യൂറോപ്പിലുണ്ടായ ചുടുകാറ്റ്, ഉഷ്ണക്കാറ്റ്, അതിന് പ്രത്യേകിച്ച് 2003 ഫ്രാൻസിലുണ്ടായത്, ഇതെല്ലാം ധാരാളം ജനങ്ങളുടെ ജീവൻ അപഹരിച്ചിട്ടുള്ള ദുരന്തങ്ങളാണ്. In the last few years, America has also faced devastating disasters in the form of tornadoes, hurricanes and cyclones. So, അവസാനത്തെ ഒരു പതിറ്റാണ്ട് എടുത്തു നോക്കുകയാണെങ്കിൽ അമേരിക്ക പോലും ധാരാളം ദുരന്തങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. ടൊർണാഡോ, ഹരിക്കെയിൻസ് ആൻഡ് സൈക്ലോൺസ്, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, അത്തരം ദുരന്തങ്ങളാണ് സാധാരണ അമേരിക്കയെ വേട്ടയാടാറ്. ദേ കോസ്റ്റ് ഗ്രേറ്റ് ലോസ് ഓഫ് ലീവ്സ് ആൻഡ് പ്രോപ്പർട്ടി. അത് ധാരാളം ആളുകളുടെ ജീവനും അതുപോലെ തന്നെ ധാരാളം സ്ഥലങ്ങളും നശിപ്പിക്കുക, അതുപോലെ കെട്ടിടങ്ങളുമെല്ലാം ഇത്തരം ദുരന്തങ്ങൾ അമേരിക്കയിൽ നശിപ്പിച്ചിട്ടുണ്ട്. Even though the progress in technology is helping human beings to reduce the impact of the disasters, it is still inadequate. പക്ഷേ ഹ്യൂമൻ ടെക്നോളജിയിലുള്ള ഡെവലപ്മെൻറ്റ് ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ ഹ്യൂമൻ ബീങ്സിനെ, മനുഷ്യരെ അതിൻ്റെ ഇമ്പാക്റ്റിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും രക്ഷപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് എന്ത് സാങ്കേതിക വിദ്യയിലുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ എങ്കിലും അതും ഒരു ഇന്നഡ്യൂക്കേറ്റാണ്, എങ്കിലും അതും അപര്യാപ്തമാണ്. There is a direct correlation between higher human development and better preparedness to manage disasters. There is a direct correlation between higher human development and better preparedness to manage disasters. അതായത് ഇവിടെ ഒരു there is a relationship അല്ലെങ്കിൽ there is a proportion between, അതായത് ഹയർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, അതായത് മാനവിക വികാസം അല്ലെങ്കിൽ മാനുഷിക ഡെവലപ്മെൻറ്റ്, മാനവിക വികാസവും അതുപോലെ തന്നെ ബെറ്റർ പ്രിപ്പയർഡ്നെസ് ടു മാനേജ് ഡിസാസ്റ്റേഴ്സ്. അതായത് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് വളരെ എഫിഷ്യൻ്റായിട്ട് ഈ ദുരന്തങ്ങളെ നേരിടാനായിട്ട് പര്യാപ്തമാണ്. The countries which have lower human development are more vulnerable to the risks of disasters and damage. The countries which have lower human development, അതായത് മാനവിക വികാസം കുറഞ്ഞ രാജ്യങ്ങൾ, അതായത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള വികസന എത്താത്ത രാജ്യങ്ങൾ, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾ വളരെ അധികം ദുരന്തങ്ങൾക്ക് ഇരയായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ ഒരു പ്രൊപ്പോർഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലുള്ള ജനങ്ങൾ ദുരന്തങ്ങളെ വളരെ വിദഗ്ധമായിട്ട് അതിജീവിക്കുമ്പോൾ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ ദുരന്തങ്ങൾക്ക് ഇരയായി മാറുകയാണ് ചെയ്യുന്നത്. Of all the disasters, floods are the most common, followed by windstorms, droughts and earthquakes. So of all the disasters, ദുരന്തങ്ങളുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ വെള്ളപ്പൊക്കമാണ് ഏറ്റവും അധികം ആളുകൾ നേരിടുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത്. അതിനുശേഷം വിൻസ്റ്റോംസ്, ഡ്രോട്ട്സ് ആൻഡ് എർത്ത്ക്വേക്സ്, അതിനുശേഷം വലിയ കൊടുങ്കാറ്റുകൾ, പിന്നെ വരൾച്ച, ഏറ്റവും അവസാനമാണ് ഭൂമികുലുക്കം വരുന്നത്. However, drought is the deadliest, accounting for 48% of deaths due to natural disasters. So എന്നിരുന്നാലും drought is the most deadliest one. ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പാക്റ്റ് ഉള്ള ഒരു ദുരന്തം എന്ന് പറയുന്ന വരൾച്ച തന്നെ. അതിൻ്റെ കാരണം പ്രകൃതി ദുരന്തങ്ങളിൽ മരിച്ച ആളുകളുടെ കണക്കെടുത്താൽ 48% ആളുകളും മരിച്ചിരിക്കുന്നത് ഡ്രോട്ട് മൂലമാണ്. Of all the continents, Asia has the highest number of death toll from all the disasters. ഇത്തരം ദുരന്തങ്ങളെല്ലാം എടുക്കുകയാണെങ്കിൽ ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ മരിച്ചിട്ടുള്ള സ്ഥലം. അതിൻ്റെ കാരണം ഇന്ത്യയും ചൈനയും ബംഗ്ലാദേശും എല്ലാം ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് വരുന്നത്. കാരണം ഇന്ത്യയും ചൈനയുമാണ്, ബംഗ്ലാദേശും ഒക്കെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർത്ത് വസിക്കുന്ന സ്ഥലം. ഈ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർത്ത് വസിക്കുന്നത്. അതിൽ ചൈനയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം, ഇന്ത്യയാണ് രണ്ടാമത്. അതുകൊണ്ട് തന്നെ ദുരന്തങ്ങൾ നേരിട്ടുകൊണ്ട് ഏറ്റവും അധികം ആളുകൾ മരണപ്പെടുന്നതും ഏഷ്യയിലാണ്. India, due to its geographical location and geological formation, is highly prone to disasters. So, due to its geographical location, ഭൂമിശാസ്ത്രപരമായ അതിൻ്റെ ഒരു സ്ഥാനവും അതുപോലെ ജിയോളജിക്കൽ ഫോർമേഷൻ,
ഭൂമിശാസ്ത്രപരമായ അതിൻ്റെ ഒരു ഫോർമേഷൻ, അതിൻ്റെ ഒരു രൂപപ്പെടലും കണക്കിലെടുത്താൽ ഇന്ത്യ ദുരന്തങ്ങൾക്ക് ഇരയാകാൻ സാധ്യതയുള്ള, ഏറ്റവും സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്ന് തന്നെ പറയാം. അതിൻ്റെ കാരണം ഇന്ത്യയുടെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനും ജിയോളജിക്കൽ ഫോർമേഷനും തന്നെയാണ് കാരണം. ഇറ്റ്സ് ലോങ് കോസ്റ്റ് ലൈൻ, snow-clad peaks and high mountain ranges and the perennial rivers in the north combine to add to this problem. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇറ്റ്സ് ലോങ് കോസ്റ്റ് ലൈൻ, വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു കോസ്റ്റ് ലൈൻ ഇന്ത്യക്കുണ്ട്. ദെൻ സ്നോ ക്ലാഡ് പീക്സ്, അതായത് മഞ്ഞു മൂടിക്കിടക്കുന്ന പർവ്വത നിരകൾ. ആൻഡ് ഹൈ മൗണ്ടൻ റേഞ്ചസ്, ഉയർന്ന മലനിരകൾ, കുന്നുകൾ. ആൻഡ് ദ പെരനിയൽ റിവേഴ്സ് ഇൻ ദ നോർത്ത്. സോ വേനൽക്കാലത്ത് മാത്രം വലിയ വെള്ളം ഒഴുകുന്ന ഇന്ത്യയുടെ വടക്കു ഭാഗത്തുള്ള നദികൾ കമ്പൈൻ ടു ആഡ് ടു ദിസ് പ്രോബ്ലം. സോ ഈ ഒരു സവിശേഷത അല്ലെങ്കിൽ ഈ ഒരു ഇന്ത്യയുടെ പ്രത്യേകത ഇന്ത്യയിലെ ഡിസാസ്റ്റേഴ്സിൻ്റെ ഇമ്പാക്റ്റും തീവ്രതയും കൂട്ടുകയാണ് ചെയ്യുന്നത്. India, which has only 2% of the total geographical area, has to support 18% of the total population of the world. So, അത് തന്നെയല്ല, the 2% of the total geographical area, India has only the 2% of the total geographical, അതായത് ലോകത്തിൻ്റെ മൊത്തം ജോഗ്രഫിക്കൽ ഏരിയ എടുക്കുകയാണെങ്കിൽ അതിൽ 2% മാത്രമേ ഇന്ത്യ ഉള്ളൂ. ഈ 2% സ്ഥലത്താണ് ലോകത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ 18% ജനങ്ങളും അധിവസിക്കുന്നത് എന്നുള്ളത് ഇന്ത്യയിലുണ്ടാകുന്ന ദുരന്തത്തിൻ്റെ തീവ്രത എത്ര വലുതാകും എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. Therefore, there is tremendous pressure on the natural resources, which directly or indirectly leads to the occurrence of disasters, namely floods, droughts, landslides, earthquakes, etc. ഞാൻ ആദ്യമേ പറഞ്ഞു, ലോകത്തിൻ്റെ മൊത്തം ജിയോഗ്രാഫിക്കൽ ഏരിയയുടെ 2% മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഈ 2% എന്ന് പറയുന്നത് ലോകത്തിലുള്ള മൊത്തം ജനസംഖ്യയുടെ 18% ഉൾക്കൊള്ളിക്കണം. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭൂവിഭാഗം നേരിടുന്നത്. കാരണം 18% ജനങ്ങൾക്ക് വേണ്ടി വരുന്ന റിസോഴ്സസ് മുഴുവൻ ഈ രാജ്യത്ത് നിന്ന് ഈ രാജ്യം ഉൽപ്പാദിപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അത്രയും വലിയ തോതിലുള്ള റിസോഴ്സസ് ഈ രാജ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ തന്നെ ഈ രാജ്യം വളരെ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് പാത്രമായി മാറുന്ന ഒരു രാജ്യമായി മാറുകയാണ്. occurrence of disasters, namely floods, droughts, landslides, earthquake, etc. കാരണം ഇവിടെയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ട പാറ പൊട്ടിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ പുഴകളിലെ മണൽ കോരിയെടുക്കുന്നതിലൂടെയും അങ്ങനെ പല രീതിയിൽ ഈ രാജ്യം പല രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സിന് പാത്രമാകുകയാണ്. അതിൻ്റെ എല്ലാം കാരണം ഈ വലിയ തോതിലുള്ള ജനങ്ങളുടെ ആവശ്യം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമങ്ങളാണ്. അതായത് 2% വരുന്ന ജോഗ്രഫിക്കൽ ഏരിയയിൽ 18% വരുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണം. The northern region of India faces problems due to landslides, floods, droughts and earthquakes because this region falls under the seismic zones 3 to 4. ഭൗമമേഖലകൾ തരംതിരിക്കപ്പെട്ടിട്ടുള്ളതിൽ 3 മുതൽ 4 വരെയുള്ള ആ ഒരു തരംതിരിക്കലിൽ വരുന്ന ഭാഗങ്ങളാണ് ദ നോർത്തേൺ റീജിയൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വടക്ക് ഭാഗം. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഉണ്ടാകുന്ന ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ലാൻഡ്സ്ലൈഡ്സ്, ഫ്ലഡ്സ്, ഡ്രോട്ട്സ്, എർത്ത് മുതലായവയാണ്. അതായത് മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, വരൾച്ച, അതുപോലെ തന്നെ ഭൂമികുലുക്കം എന്നിവയാണ്. The eastern region is confronted with heavy floods in the perennial rivers which include Brahmaputra, the Ganga, etc. Drought, heat waves, hailstorms, cyclones, heavy winds and earthquakes are also common in this region. The northeastern region encounters floods, landslides and earthquakes. This region comes under the seismic zones 4 to 5. The eastern region is confronted by, ഈസ്റ്റേൺ റീജിയൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ കിഴക്ക് ഭാഗങ്ങളാണ്. കിഴക്ക് ഭാഗം നേരിടുന്ന പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ഹെവി ഫ്ലഡ്സ്, അതായത് വലിയ വെള്ളപ്പൊക്കം ആണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് the perennial rivers which includes the Brahmaputra and Ganga etc. അതിൻ്റെ കാരണം പെരനിയൽ റിവേഴ്സ്, അതായത് ഒരിക്കലും വറ്റാത്ത, അതായത് 365 ദിവസവും വെള്ളം ഉള്ള ഒരിക്കലും വറ്റാത്ത ബ്രഹ്മപുത്ര, ഗംഗ തുടങ്ങിയ നദികളുടെ
നദികൾ കാരണമാണ് ഇന്ത്യയുടെ ഈസ്റ്റേൺ റീജിയൻ എപ്പോഴും വെള്ളപ്പൊക്കത്തിന് ഇരയാകേണ്ടി വരുന്നത്. ഡ്രോട്ട്, ഹീറ്റ് വേവ്സ്, ഹെയിൽ സ്റ്റോം, സൈക്ലോൺസ്, ഹെവി വിൻഡ്സ് ആൻഡ് എർത്ത് ആർ ഓൾസോ കോമൺ ഇൻ ദിസ് റീജിയൻ. ഈ ഭാഗത്തും വരൾച്ചയും ചുടുകാറ്റും ഉഷ്ണക്കാറ്റും ഹെയിൽ സ്റ്റോംസും വലിയ കാറ്റുകളും അതുപോലെ തന്നെ സൈക്ലോൺസ്, ഹെവി വിൻഡ്സ് ആൻഡ് എർത്ത് ആർ ഓൾസോ കോമൺ ഇൻ ദിസ് റീജിയൻ. ദ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ എൻകൗണ്ടേഴ്സ്, അതായത് ഭൗമമേഖലയുടെ 4 മുതൽ 5 വരെയുള്ള വിഭാഗത്തിൽ വരുന്നതാണ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, അതായത് വടക്ക് കിഴക്കൻ ഭാഗം. ഈ ഭാഗത്തും ഫ്ലഡ്സ്, വെള്ളപ്പൊക്കം, ലാൻഡ് സ്ലൈഡ്സ്, മണ്ണിടിച്ചിൽ, അതുപോലെ തന്നെ ഭൂമികുലുക്കം ഇതെല്ലാം വളരെയേറെ സർവ്വസാധാരണമാണ്. The western region is widely known for severe droughts, wind erosion of land and soil, floods and cyclones. The western region, ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗം, അതായത് ഏകദേശം രാജസ്ഥാൻ, ഗുജറാത്ത് ഈ ഒരു ഏരിയയെല്ലാം വരുന്ന സ്ഥലം. ഇവിടെ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ദുരന്തങ്ങൾ എന്ന് പറയുന്നത് 1 ഡ്രോട്ട്, വരൾച്ച, 2 വിൻഡ് ഇറോഷൻ. വിൻഡ് ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോയിൽ ഇറോഷൻ എന്ന് പറയുന്ന മണ്ണിടിച്ചിലാണ്. അതുപോലെ തന്നെ വിൻഡ് ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാറ്റ് വരുമ്പോൾ കാറ്റ് മണലുമായിട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. വിൻഡ് ഇറോഷൻ ഓഫ് ലാൻഡ് ആൻഡ് സോയിൽ, അതായത് വലിയ ശക്തമായ കാറ്റ് വരുമ്പോൾ മണ്ണും മണലും എല്ലാം ആ കാറ്റ് അടിച്ച് കൊണ്ടുപോകും. അതാണ് വിൻഡ് ഇറോഷൻ എന്ന് പറയുന്നത്. വിൻഡ് ഇറോഷൻ ഓഫ് ലാൻഡ് ആൻഡ് സോയിൽ. ഫ്ലഡ് ആൻഡ് സൈക്ലോൺസ്, അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റുകളും. ദിസ് ഏരിയ ഈസ് ഓൾസോ പ്രോൺ ടു എർത്ത് അതായത് ഭൂകമ്പവും ഈ ഏരിയയിൽ സാധാരണമാണ്. ദ സദേൺ റീജിയൻ, പർട്ടിക്കുലർലി ദ കോസ്റ്റൽ റീജിയൻ, ഈസ് വൾണറബിൾ ടു സൈക്ലോൺസ്, സീ ഇറോഷൻ, സുനാമി ആൻഡ് ലാൻഡ് സ്ലൈഡ്സ്. ദ സദേൺ റീജിയൻ, തെക്കുഭാഗം, ഇന്ത്യയുടെ തെക്കുഭാഗം, പർട്ടിക്കുലർലി ദ കോസ്റ്റൽ റീജിയൻ, തീരദേശ സ്ഥലമാണ്. ഇറ്റ് ഈസ് വൾണറബിൾ ടു സൈക്ലോൺസ്, കൊടുങ്കാറ്റുകൾ ധാരാളം അവിടെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ സീ ഇറോഷൻ, കര എടുത്തുകൊണ്ട് പോകുന്ന സംഭവങ്ങൾ. അതുപോലെ തന്നെ സുനാമി, അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്സ്, മണ്ണിടിച്ചിൽ, ഇതെല്ലാമാണ് ഇന്ത്യയുടെ സദേൺ ഭാഗത്ത് സാധാരണയായി കണ്ടുവരുന്നത്. ദ ഐലൻഡ്സ് ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആൻഡ് ലക്ഷദ്വീപ് ആർ കൺഫ്രണ്ടഡ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് സീ ഇറോഷൻ ആൻഡ് സുനാമി. അതുപോലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും ലക്ഷദ്വീപും സാധാരണയായി നേരിടുന്ന ദുരന്തങ്ങൾ എന്ന് പറയുന്നത് സുനാമി, സീ ഇറോഷനുമാണ്, അതായത് കടലെടുക്കുന്ന സംഭവം. The Indian coastal areas have faced some of the severest cyclones both along the eastern and western coast. ഇന്ത്യയുടെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ കോസ്റ്റ്, അതായത് ഇന്ത്യയുടെ പടിഞ്ഞാറേ കോസ്റ്റും അതുപോലെ തന്നെ കിഴക്കൻ കോസ്റ്റ് തീരങ്ങളും സാധാരണയായി വലിയ ശക്തിയേറിയ സൈക്ലോൺസിന്, ചുഴലിക്കാറ്റുകൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. Among all the disasters in India, the tsunami is a relatively new phenomenon. So ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ സുനാമി ഏകദേശം നമുക്കൊരു പുതിയ പ്രതിഭാസമാണ് എന്ന് തന്നെ പറയാം. Due to the lack of an adequate warning system, the tsunami of 2004 devastated a large portion of the coastal regions of Tamil Nadu, Kerala and Andhra Pradesh, besides the Andaman and Nicobar Islands. So കൃത്യമായ ഒരു സുനാമി വാർണിംഗ് സംവിധാനം ഇല്ലാതിരുന്നതുകൊണ്ട് 2004 സുനാമി ഇന്ത്യയുടെ കോസ്റ്റൽ റീജിയൻസായ തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്നിവിടങ്ങളിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചു. ഇറ്റ് ക്ലെയിംഡ് എ ലാർജ് നമ്പർ ഓഫ് ലീവ്സ് ആൻഡ് ഡിസ്ട്രോയ്ഡ് പ്രോപ്പർട്ടി വർത്ത് ക്രോസ് ഓഫ് റുപ്പീസ്. സോ ധാരാളം ജനങ്ങളുടെ ജീവൻ അപഹരിക്കുകയും അതുപോലെ തന്നെ ധാരാളം സാമ്പത്തിക നഷ്ടവും, കോടിക്കണക്കിന് രൂപയ്ക്ക് മുകളിലുള്ള സാമ്പത്തിക നഷ്ടവും 2004 സുനാമി ഇന്ത്യക്ക് വരുത്തിവെച്ചു. India has faced a number of disasters ranging from natural disasters like floods, earthquakes, cyclones, tsunami, drought and landslides to man-made disasters like Bhopal gas tragedy in 1984. So ഇന്ത്യ ധാരാളം പല തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് പാത്രമാകേണ്ടി വന്നിട്ടുണ്ട്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങൾ, natural disasters like floods, earthquakes, cyclones, tsunami, drought and landslides to man-made disaster like the Bhopal gas tragedy in 1984. 1984 ഭോപ്പാലിൽ നടന്ന ഗ്യാസ് ട്രാജഡി. During the century, India has witnessed some major disasters which include the Gujarat earthquake in 2001. 2001 ഗുജറാത്തിൽ നടന്ന ഭൂകമ്പം. The Mumbai-Gujarat floods in 2005. Mumbai-Gujarat floods, വെള്ളപ്പൊക്കം in 2005. The tsunami in 2004.
The Uttarakhand flash floods and hurricane failing in coastal Orissa and Andhra Pradesh in 2013. സോ ഇതെല്ലാം ഇന്ത്യ നേരിട്ട ചില ഈ അടുത്ത 10 വർഷം കഴിഞ്ഞൊരു 10 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷത്തിനുള്ളിൽ ഇന്ത്യ നേരിട്ട ദുരന്തങ്ങളുടെ ഒരു ലിസ്റ്റാണിത്. അതിന് ശേഷവും ദുരന്തങ്ങളുണ്ട്. 2013 ശേഷവും ദുരന്തങ്ങളുണ്ടായിട്ടോ. 2017-18 കാലഘട്ടങ്ങളിൽ കേരളം നേരിട്ട വെള്ളപ്പൊക്കം അതൊന്നും ഇതിനകത്ത് പരാമർശിച്ചിട്ടില്ല. The direct and indirect impacts of disasters, either natural or industrial, are always damage, destruction and death. So the direct and indirect impacts of disasters. So ദുരന്തങ്ങളുടെ നേരിട്ടും നേരിട്ടല്ലാതെയും അതിൻ്റെ ഇമ്പാക്ട്സ് either natural or disaster are always damage. So അത് പ്രകൃതി ദുരന്തമായാലും ഇനിയിപ്പോൾ നമ്മൾ മനുഷ്യരാൽ നിർമ്മിതമായ ദുരന്തമായാലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡാമേജ്, ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത്. തകർച്ച, പരിപൂർണ്ണ തകർച്ച, പിന്നെ ആളുകളുടെ മരണം. When disaster strikes, the lifeline support systems, namely communication, power supply, water supply, drainage, etc. are damaged. ഒരു ദുരന്തം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എല്ലാം താറുമാറാകും. അതായത് പിന്നീട് നമുക്ക് ഫോൺ, അങ്ങനെയുള്ള TV, ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എല്ലാം താറുമാറാകും. 2, പവർ സപ്ലൈ താറുമാറാകും. അതായത് പിന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി സപ്ലൈ പൂർണ്ണമായും ഇല്ലാതാകും. ദെൻ അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ ഇല്ലാണ്ടാവും. അതുപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം ആപ്പാടെ ബ്ലോക്ക് ആവും. ഇതെല്ലാമാണ് സാധാരണഗതിയിൽ ഒരു ദുരന്തമുണ്ടായാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. മോറോവർ, അതുമാത്രമല്ല, ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽസ് ആർ ഓൾസോ പുട്ട് അണ്ടർ സിവിയർ സ്ട്രെസ്. ഹെൽത്ത് കെയർ, അതായത് ഹെൽത്ത് കെയർ സിസ്റ്റവും ആശുപത്രികളും വളരെ അധികം സമ്മർദ്ദം വർക്ക് പ്രഷർ നേരിടേണ്ടി വരും ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ. കൊമേഴ്സ്യൽ ആൻഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഓൾസോ ബാഡ്ലി എഫക്റ്റഡ്. അതുപോലെ തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ താളം തെറ്റും. ലൈഫ് ഓൾമോസ്റ്റ് കംസ് ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. ജീവിതം ഒരു സ്റ്റാൻഡ് സ്റ്റിൽ, അതായത് എങ്ങും അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. The psychological traumas caused by the disasters are sometimes so severe that they span the whole life of the victim. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ട്രോമ, അതായത് മാനസികമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഒരു ദുരന്തം ഒരു വ്യക്തിയിൽ മാനസികമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അവൻ്റെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു വലിയ പോരായ്മയാണ്. Therefore, along with other rehabilitation works, psychological rehabilitation should also be given to importance. അതുകൊണ്ട് തന്നെ മറ്റ് റീഹാബിലിറ്റേഷൻ, പുനരധിവാസ പ്രവർത്തനങ്ങളോട് കൂടെ തന്നെ മാനസിക പുനരധിവാസ പ്രവർത്തനങ്ങളും ഇതിൻ്റെ കൂടെ നടത്തണം എന്നതാണ് റൈറ്റർ സജസ്റ്റ് ചെയ്യുന്നത്. അതായത് സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടി ആളുകൾക്ക് യോഗ, മെഡിറ്റേഷൻ, ഇത്തരം കാര്യങ്ങൾ കൂടി ഈ ദുരന്തങ്ങൾക്ക് ഇരയായ ആളുകൾക്ക് നൽകണം എന്നാണ് ഇവിടെ റൈറ്റർ പറഞ്ഞു വരുന്നത്. കാരണം ഒരു ദുരന്തത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ സൈക്കോളജിക്കൽ, മാനസികമായ അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് അയാളുടെ ആ വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ അവൻ്റെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് അതിൽ നിന്ന് അവനൊരു മോചനം ലഭിക്കാൻ അത്തരം റീഹാബിലിറ്റേഷൻ, പുനരധിവാസ പ്രവർത്തനങ്ങൾ കൂടി, ആക്ടിവിറ്റീസ് കൂടി നടത്തണം എന്നാണ് ഇവിടെ ഓതർ അഞ്ജന മജുംദാർ റീഡേഴ്സിനോട് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, the impact is almost the same even in the case of man-made disasters like riots. അതുപോലെ തന്നെ man-made disasters like riots, സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും ഏകദേശം ഡിസാസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും ഏകദേശം ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റും ഏകദേശം സെയിം ആണ്. The most affected are the poor sections of the society who have to work daily to earn their livelihood. ഇത് ഏറ്റവും മോശമായി ബാധിക്കുന്നത് എന്ന് പറയുന്നത് ഡെയിലി റണ്ണേഴ്സിനെയാണ്. അതായത് ഓരോ ദിവസവും ജോലി ചെയ്ത് ഡെയിലി വേജ് വർക്കേഴ്സിനെയാണ് ഇത് ഏറ്റവും കൂടുതൽ മോശമായിട്ട് ബാധിക്കുന്നത്. കാരണം ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അവർക്ക് പണം കിട്ടാതെ വരും. അത് അവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ഡിസാസ്റ്റർ ആയാലും, അത് മാൻമെയ്ഡ് ആയാലും ശരി, നാച്ചുറൽ ഡിസാസ്റ്റർ ആയാലും ശരി, അത് ഏറ്റവും മോശമായി ബാധിക്കുന്ന സമൂഹത്തിൻ്റെ പുവർ സെക്ഷൻ, അതായത് ഏറ്റവും പാവപ്പെട്ട ജനങ്ങളെയാണ് അത് മോശമായിട്ട് ബാധിക്കുന്നത്. അതിൻ്റെ കാരണം അവർ ഡെയിലി ഡെയിലി വർക്കേഴ്സാണ്. അതായത് ഓരോ ദിവസവും ജോലിക്ക് പോയി അതിൻ്റെ പൈസ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അവർക്ക് തുടർന്ന് അവരുടെ ജീവിതം
ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായി മാറും. ഓക്കെ. ഇൻ സം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് സൈക്ലോൺ, സുനാമി ആൻഡ് എർത്ത് it is the building structure which becomes the cause of destruction and death. ചില ദുരന്തങ്ങൾ എടുക്കുകയാണെങ്കിൽ, സൈക്ലോൺസ്, സുനാമി ആൻഡ് എർത്ത് ഇത്തരം ദുരന്തങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ ബിൽഡിംഗ് സ്ട്രക്ചറാണ് അല്ലെങ്കിൽ കെട്ടിടങ്ങളാണ് ധാരാളം മരണങ്ങൾക്ക് ചിലപ്പോൾ കാരണമാകുന്നത്. In developing countries, only 30% of the buildings are constructed in accordance with the regulations laid down by ensuring safety and scrutiny. In developing countries, അതായത് വികസ്വര രാജ്യങ്ങളിൽ 30% കെട്ടിടങ്ങൾ മാത്രമാണ് ബിൽഡിംഗ് അതോറിറ്റിയുടെ റെഗുലേഷൻസും ഇൻസ്ട്രക്ഷൻസും അനുസരിച്ച് ദുരന്തങ്ങളെ അതിജീവിക്കുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൂ. Similarly, the lack of a master plan and the inferior quality of materials used for construction also aggravate the casualties arising out of disasters. അതുമാത്രമല്ല, ലാക്ക് ഓഫ് ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ അഭാവം, അതുപോലെ തന്നെ മോശം വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിർമ്മാണം, ഇതെല്ലാം ദുരന്തത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. Therefore, both private and public buildings should be constructed according to guidelines prescribed by law. അതുകൊണ്ട് തന്നെ both public and private, അത് പബ്ലിക് ആയാലും ശരി പ്രൈവറ്റ് ആയാലും ശരി, ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം വേണം കെട്ടിടങ്ങൾ നിർമ്മിക്കാനായിട്ട്. Moreover, construction should strictly adhere to the master plan approved by the authorities. Above all, the good quality of materials should be used for construction. അതുമാത്രമല്ല, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് വേണം കൺസ്ട്രക്ഷൻസ് നടത്താനായിട്ടും. ദ UNDAC, യുണൈറ്റഡ് നേഷൻസ് ഡിസാസ്റ്റർ അസസ്മെൻറ്റ് ആൻഡ് കോർഡിനേഷൻ ആണ് UNDAC എന്ന് പറയുന്ന ഒരു അബ്രീവിയേഷൻ്റെ ഫുൾ ഫോം. യുണൈറ്റഡ് നേഷൻസ് ഡിസാസ്റ്റർ അസസ്മെൻറ്റ് ആൻഡ് കോർഡിനേഷൻ. Along with the Government of India, UNDAC Government of India'യും ചേർന്ന് has jointly prepared the action plan for cities and towns vulnerable to earthquakes. അതായത് ഭൂമികുലുക്കത്തിന് സാധ്യതയുള്ള സിറ്റീസിലും ടൗൺസിനും വേണ്ട ആക്ഷൻ പ്ലാൻ ഇന്ത്യ ഗവൺമെൻറ്റും UNDACഉം ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തയ്യാറാക്കിയിട്ടുണ്ട്. The existing buildings should be technically assessed and individual owners and group housing authorities should be informed about the weakness in their construction. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിലുള്ള കെട്ടിടങ്ങളുടെ ഒരു ക്വാളിറ്റി അസസ്മെൻറ്റ് നടത്തുകയാണ്. അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം അതിൻ്റെ വിവരം കൃത്യമായിട്ട് അതിൻ്റെ ഓണേഴ്സിനെ അറിയിക്കുകയും ചെയ്യുന്നു. അതായത് നിങ്ങളുടെ കെട്ടിടത്തിൻ്റെ ബലം അല്ലെങ്കിൽ ഉറപ്പ് എത്രയുണ്ട്, സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അനാലിസിസ് അല്ലെങ്കിൽ അസസ്മെൻ്റാണ് നടത്തുന്നത്. അതിനുശേഷം അത് ഇനി പ്രൈവറ്റ് ഓണർ ആയാലും ശരി പബ്ലിക് ഓണർ ആയാലും ശരി അവരെ കൃത്യമായിട്ട് അറിയിക്കും. Presently, it is estimated that around 1 million buildings are constructed every year in India. ഇന്ത്യയിൽ ഏകദേശം ഓരോ വർഷവും 1 million കെട്ടിടങ്ങൾ വീതം പുതുതായി നിർമ്മിക്കപ്പെടുന്നുണ്ട്. And an equal number of them gets damaged as a result of disaster. അതുമാത്രമല്ല, അത്രയും എണ്ണം തന്നെ ഓരോ വർഷവും ദുരന്തങ്ങൾക്ക് പാത്രമാകാറുമുണ്ട്. In order to reduce the damage to buildings, a monitoring mechanism should be set up in disaster-prone areas, which must act in proper coordination with the concerned authorities to ensure the fulfillment of building codes. So, in order to reduce the damage that is caused to the buildings due to disasters, അതായത് ഡിസാസ്റ്റേഴ്സ് മൂലം കെട്ടിടങ്ങൾക്കുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എ മോണിറ്ററിംഗ് മെക്കാനിസം ഷുഡ് ബി സെറ്റ് ഇൻ ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ്. അതായത് ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എ മോണിറ്ററിംഗ് സിസ്റ്റം ഷുഡ് ബി സെറ്റപ്പ്, ഒരു വിശകലന സംവിധാനം ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് അനാലിസിസ് സെറ്റപ്പ് ഷുഡ് ബി മസ്റ്റ് ആക്ട് ഇൻ പ്രോപ്പർ കോർഡിനേഷൻ വിത്ത് ദ കൺസേൺഡ് അതോറിറ്റീസ്. അതുതന്നെയല്ല, അതോറിറ്റീസും അതുപോലെ തന്നെ ടു എൻഷുർ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ബിൽഡിംഗ് കോഡ്സ്. അതായത് ബിൽഡിംഗ് കോഡ്സ് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളും ഈ ഒരു അനാലിസിസിൻ്റെ ഇടയിൽ നടക്കപ്പെടുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റീസിനെയെല്ലാം അത് കൃത്യമായിട്ട് ഏൽപ്പിച്ചിട്ടുമുണ്ട്. In the case of disaster management, the state governments play a major role, while the central government only plays a facilitating role. ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പ്രധാനപ്പെട്ട റോൾ ചെയ്യാനുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്റിംഗ് റോൾ അല്ലെങ്കിൽ ഒരു സഹായ ഹസ്തമാണ് പലപ്പോഴും നീട്ടാറുള്ളത്.
At the state level, there is a state disaster management committee consisting of the senior secretaries of various departments and the representatives of NGOs. അതായത് സംസ്ഥാന തലത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കമ്മിറ്റിയിൽ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് സീനിയർ സെക്രട്ടറീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ദ NGOs. അതായത് ഗവൺമെൻറ്റിൻ്റെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നുള്ള സീനിയർ സെക്രട്ടറീസും NGO നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനിൽ നിന്നുള്ള പ്രതിനിധികളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. At the national level, there is a crisis management committee headed by the cabinet secretary and secretaries from the major departments of the government. ഇനി നാഷണൽ ലെവൽ ദേശീയ തലത്തിൽ എടുക്കുകയാണെങ്കിൽ there is also a management committee, disaster management committee, and that committee includes headed by the cabinet secretary and the secretaries from various departments. അതായത് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള സെക്രട്ടറിമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് സിസ്റ്റം നാഷണൽ ലെവലിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. The central government, with proper coordination with various ministries, provides necessary support to the states, which includes defense services like airdropping, rescuing, searching, transport of relief goods, etc., and availability of rail and ferry service, health personnel, and medical support. So, വ്യത്യസ്ത മിനിസ്ട്രീസുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് പലപ്പോഴും പല രീതിയിലുള്ള സഹായങ്ങൾ നൽകാറുണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഡിഫൻസ് സർവീസസ് ലൈക്ക്, അതായത് ഇന്ത്യയുടെ ഡിഫൻസ് സർവീസ്, അതായത് പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എയർ ഡ്രോപ്പിംഗ്, ഹെലികോപ്റ്റേഴ്സ് വിട്ടു നൽകാറുണ്ട്. അതുപോലെ തന്നെ ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിച്ച് ആളുകളെ രക്ഷപ്പെടുത്തുകയും മെഡിക്കൽ എയ്ഡ്, അതായത് മെഡിക്കൽ ഫെസിലിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയും അതുപോലെ ഭക്ഷണ സാധനങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും വളരെ പെട്ടെന്ന് ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വ്യോമസേനയുടെ സഹായത്തോടെ ചെയ്യാം. ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ദുരന്തങ്ങളോടനുബന്ധിച്ച് നൽകുന്ന സഹായങ്ങളാണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഫെറി ആൻഡ് റെയിൽ സർവീസ്, അതായത് ജലഗതാഗതവും അതുപോലെ ട്രെയിൻ സർവീസും അതുപോലെ തന്നെ ഹെൽത്ത് പേഴ്സണൽസിനെയും അതുപോലെ തന്നെ മെഡിക്കൽ സപ്പോർട്ടും എല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിന് ആവശ്യത്തിന് പ്രൊവൈഡ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്റാണ്. റീഹാബിലിറ്റേഷൻ ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റീഹാബിലിറ്റേഷൻ, അതായത് പുനരധിവാസം എന്ന് പറയുന്നത്. സിൻസ് ഡിസാസ്റ്റേഴ്സ് ആർ നോൺ റൊട്ടീൻ ഇവൻറ്റ്സ്, ദേ റിക്വയർ നോൺ റൊട്ടീൻ റെസ്പോൺസസ് ഫോർ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ. ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ റൊട്ടീൻ ഇവൻറ്റ്, അതായത് എന്നും സംഭവിക്കുന്ന ഒന്നല്ല, വളരെ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു നോൺ റൊട്ടീൻ ആറ്റിറ്റ്യൂഡ് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ടാകണം. അതായത് എപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടായാലും നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു സംവിധാനം നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദ ഗവൺമെൻറ് കനോട്ട് റിലൈ ഓൺ നോർമൽ പ്രൊസീജിയേഴ്സ് ടു ഇംപ്ലിമെൻറ്റ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസസ്. അതായത് ഒരു ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നോർമൽ പ്രൊസീജിയർ ഒരിക്കലും ഇവിടെ പോസിബിൾ അല്ല. വളരെ പെട്ടെന്ന് വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. There should be proper coordination among the various departments of the government to bring speedy relief to the victim. So അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ, വിവിധ വിഭാഗങ്ങൾ തമ്മിൽ ഒരു എഫക്റ്റീവ് കോർഡിനേഷൻ വളരെ ആവശ്യമാണ്. കാരണം ഇരകൾക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ആശ്വാസം എത്തിക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വ്യക്തമായ ഒരു ധാരണ അല്ലെങ്കിൽ കോർഡിനേഷൻ ആവശ്യമാണ്. അതായത് ഒരു ക്വിക്ക് ആക്ഷൻ നമുക്ക് ആവശ്യമാണ്. There should be proper coordination among the various departments of the government to bring speedy relief to the victim. Moreover, the rescue teams require the learning of special skills and attitudes in dealing with disasters. അത് മാത്രമല്ല, the rescue teams, അതായത് ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള റെസ്ക്യൂ ടീമിന് അസാധാരണമായ സ്കിൽസ്, കഴിവുകൾ ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കഴിവുകൾ അസാധാരണമായ സ്പെഷ്യൽ സ്കിൽസ് മാത്രം പോരാ, ആറ്റിറ്റ്യൂഡും ഒരു മനോഭാവവും അവർക്കുണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് then only they could effectively deal with disasters. Additionally, they need to be well equipped
വിത്ത് ദ ലേറ്റസ്റ്റ് ടെക്നോളജീസ്. അതുമാത്രമല്ല അവർ ലേറ്റസ്റ്റ് ടെക്നോളജീസ് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാനും പ്രാപ്തമാകുന്ന ഒരു അവസ്ഥയിലും ആയിരിക്കണം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഹാസ് അസ്യൂംഡ് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഇൻ റീസെൻറ്റ് ടൈംസ്. സോ ഈ അടുത്ത കാലത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ലെവലിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. ദ ഹോൾ പർപ്പസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ടു പ്രിവെൻറ്റ് ദീസ് നാച്ചുറൽ ഓർ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഓർ ദാറ്റ് പ്രോസസ് cannot prevent both man-made and natural disaster. അതായത് മനുഷ്യനിർമ്മിതമായ ഡിസാസ്റ്ററിനെയോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളെയോ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനവും ഒരിക്കലും ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രോസസ്സിലും ഇല്ല. പിന്നെ എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഒരു പരിധിവരെ കുറയ്ക്കുക എന്നുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് റീഹാബിലിറ്റേഷൻ പ്രോസസ്സുകൾ തുടങ്ങുക, വളരെ പെട്ടെന്ന് ഇരകൾക്ക് ആശ്വാസം എത്തിക്കുക, വളരെ പെട്ടെന്ന് ഇരകളെ സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാമാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചുമതലകളിൽ വരുന്നത്. We may not be able to avert many of these disasters, but we can definitely mitigate their impact. നമുക്ക് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങളെയൊന്നും തടയാനോ അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് ഒരു മുൻകൂട്ടിയുള്ള ധാരണ ലഭിക്കാനോ സാധ്യത വളരെ കുറവാണ്. പക്ഷേ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി എക്വിപ്ഡ് ആണ് എങ്കിൽ നമുക്കതിൻ്റെ ഇമ്പാക്റ്റ് വളരെ ഏറെ കുറയ്ക്കാനായിട്ട്, ദുരന്തങ്ങളുടെ ഇമ്പാക്റ്റ് അതിൻ്റെ എഫക്റ്റ് വളരെ ഗണ്യമായ രീതിയിൽ തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ ആളുകളുടെ മരണവും വളരെ വലിയ അളവിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏകദേശം ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി തീർന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നോട്ട് മേക്കിംഗ് ആണ്. യു ഹാവ് റെഡ് ദ എസ്സേ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. Given below is an outline of the notes on this essay. Read the essay carefully again and complete the notes. So ഇവിടെ ഒരു നോട്ട് മേക്കിംഗ് പ്രോസസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി പ്രിപ്പയർ ചെയ്യുകയാണ് നമ്മളിതിലൂടെ ചെയ്യുന്നത്. അതായത് പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം തന്നെ ഇവിടെ ഒരു ഹിൻഡ് എന്നുള്ള നിലയിൽ കൊടുത്തിട്ടുണ്ട്. പല ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഡിസാസ്റ്റേഴ്സ്, ദ ഗ്ലോബൽ സെനാരിയോ, അതുപോലെ ഡിസാസ്റ്റേഴ്സ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, ആ രീതിയിൽ പിന്നെ ദ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇമ്പാക്ട്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് പല രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് വായിക്കുക, അതുപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും വായിക്കുക. വായിച്ചതിന് ശേഷം ഇവിടെയുള്ള അൺഫിൽഡ് ആയിട്ടുള്ള പോർഷൻ നിങ്ങൾ ഫിലപ്പ് ചെയ്യാം. അതിനുശേഷം ഫിലപ്പ് ചെയ്തതിന് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫിലപ്പ് ചെയ്തതിന് ശേഷം ടേക്ക് എ ഫോട്ടോ ആൻഡ് സെൻഡ് ടു മീ. ഓക്കെ, ദെൻ നമ്മൾ ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത് പ്രസി റൈറ്റിംഗ് ആണ്. പ്രസി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതായത് 3-1 സംഗ്രഹിച്ച് എഴുതുക എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു വലിയ പാരഗ്രാഫ് തരും. ഒരു 100 വേർഡ്സ് അല്ലെങ്കിൽ 50 വേർഡ്സോ അല്ലെങ്കിൽ 100 വേർഡ്സോ ഉള്ള ഒരു പാരഗ്രാഫ് തരും. നമ്മൾ ആ പാരഗ്രാഫ് വായിച്ചതിന് ശേഷം അത് ഇപ്പം 100 വേർഡ്സ് ആണെങ്കിൽ അത് ഒരു 25 to 30 വേർഡ്സിലേക്ക് ചുരുക്കുക എന്ന് പറയുമ്പോൾ അതിലുള്ള 1-2 സെൻറ്റൻസുകൾ എടുത്ത് എഴുതുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തോന്നുന്ന പ്രധാനപ്പെട്ടായിട്ടുള്ള സെൻറ്റൻസുകൾ എടുത്ത് എഴുതുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ആ പാരഗ്രാഫ് മൊത്തം വായിച്ചിട്ട് അതിൻ്റെ സംഗ്രഹം, അതായത് എന്താണ് ആ പാരഗ്രാഫിൽ പ്രധാനമായിട്ടും ഓതർ പറയുന്നത് എന്ന് മനസ്സിലാക്കി ആ പറയുന്ന കാര്യം മാത്രം ഒരു 25-30 വേർഡ്സിൽ നിങ്ങളുടേതായ ഭാഷയിൽ, അതായത് നിങ്ങളുടേതായ രീതിയിൽ എഴുതുന്നതിനെയാണ് പ്രസി റൈറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് പാരഗ്രാഫ് ആദ്യം നന്നായിട്ട് വായിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ അർത്ഥം നിങ്ങളുടേതായ ഭാഷയിൽ എഴുതുക. അല്ലാതെ അതിൽ നിന്ന് 1-2 സെൻറ്റൻസ് എടുത്തെഴുതുന്നതല്ല പ്രസി റൈറ്റിംഗ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പോൾ സോ യു ഹാവ് റെഡ് ദ essay and prepared notes on disasters and disaster management in India. Based on the notes you prepared, write a précis of the essay. The précis usually is 1/3 of the size of the original text. Okay, പറഞ്ഞിട്ടുണ്ട് 1/3 of the size of the original text. അതിനെയാണ് précis എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടെക്സ്റ്റ് വായിച്ചു, നിങ്ങളിപ്പോൾ നോട്ട് നേരകി, അതിനുശേഷം അതിൻ്റെ ഒരു പാരഗ്രാഫിൽ ആ കാര്യങ്ങളെല്ലാം സംഗ്രഹിച്ച് ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എഴുതിയതിന് ശേഷം അയച്ചു തരിക. Then activity 3. What are some of the disasters, natural and man-made and industrial, your locality has witnessed in the last 10 years?
വാട്ട് വർ ദി ഇമ്പാക്ട്സ് ഓഫ് ദീസ് ഡിസാസ്റ്റേഴ്സ് ഓൺ മാൻ ആൻഡ് നേച്ചർ. സോ കഴിഞ്ഞ 10 വർഷത്തിൽ നിങ്ങളുടെ ലൊക്കാലിറ്റി നേരിട്ട്, അത് മാൻമെയ്ഡ് ആവാം, അതുപോലെ തന്നെ പ്രകൃതി ദുരന്തമാവാം, ആ ഒരു ഡിസാസ്റ്റർ എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് ഏതെല്ലാം രീതിയിലാണ് നിങ്ങളുടെ സൊസൈറ്റിയെ ബാധിച്ചത്. ഒരു 150 വേർഡ്സിൽ പ്രിപ്പയർ ചെയ്യുക. ഈസ് യുവർ ലൊക്കാലിറ്റി പ്രിപ്പയർഡ് ടു മാനേജ് എനി പൊട്ടൻഷ്യൽ ഡിസാസ്റ്റേഴ്സ്? ഇഫ് നോട്ട്, വാട്ട് പ്രിക്കോഷൻസ് ക്യാൻ ബി ടേക്കൺ ടു പ്രിവെൻറ്റ് ആൻഡ് മാനേജ് പോസിബിൾ ഡിസാസ്റ്റേഴ്സ്? രണ്ടാമത്തത്, നിങ്ങളുടെ സൊസൈറ്റിയിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടാം, അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കരുതലുകളാണ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. സോ prepare a paragraph. The author says that disaster management in India is the responsibility of the state and central governments. Do you agree with this view? Do you think that people of our country have a role in preventing and managing disaster? So ഇവിടെ ഓതർ പറഞ്ഞിരിക്കുന്ന ഡിസാസ്റ്റേഴ്സിനെ നേരിടാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും യോജിച്ച് ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചോദ്യം എന്നല്ല, സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും മാത്രമാണോ ദുരന്തങ്ങളെ നേരിടാനുള്ള ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ദുരന്തങ്ങളെ തടയാനുള്ള ഉത്തരവാദിത്വം? ജനങ്ങൾക്കും അതിൻ്റേതായ ഉത്തരവാദിത്വമില്ല. നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിനെ നേരിടാനായിട്ട് സാധിക്കും. What do you think about the measures of rehabilitation that are adopted after each disaster? Do you think the measures are sufficient? So ഓരോ ദുരന്തങ്ങൾക്ക് ശേഷവും നമ്മൾ എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് എടുക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ എടുക്കുന്ന പ്രിക്കോഷൻസ് എല്ലാം മതിയായത് അല്ലെങ്കിൽ പര്യാപ്തമാണോ? പ്രിപ്പയർ റൈറ്റ് അപ്പ് അല്ലെങ്കിൽ പ്രിപ്പയർ എ പാരഗ്രാഫ് ഓഫ് 100 to 150 വേർഡ്സ് എഴുതിയതിന് ശേഷം എനിക്ക് അയച്ചത്. ഇനി ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഹിയർ ഇസ് എ ലിസ്റ്റ് ഓഫ് വേർഡ്സ് വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് റൂട്ട് ആസ്ട്രൺ. ഓൾ ദീസ് വേർഡ്സ് ആർ റിലേറ്റഡ് ടു സ്റ്റാർസ്. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദീസ് വേർഡ്സ്. സോ ആസ്ട്രൺ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കുറേ വാക്കുകളാണ്. ഫസ്റ്റ് വേർഡ് ആസ്ട്രോണമി. ആസ്ട്രോണമി മീൻസ്, ആസ്ട്രോൺ മീൻസ് സ്റ്റാർ, നോമോസ് മീൻസ് lab, then astrophysics, astron plus physics, astronaut. ആസ്ട്രോണമി എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, അന്തരീക്ഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ പഠിക്കുന്നതാണ് ആസ്ട്രോണമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രമാണ് ആസ്ട്രോണമി എന്ന് പറയുന്നത്. യെസ്, ജ്യോതിശാസ്ത്രം. ദെൻ ആസ്ട്രോഫിസിക്സ്, അതുപോലെ ഈ ജ്യോതിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്കൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു രീതികളെക്കുറിച്ചെല്ലാമാണ് ആസ്ട്രോഫിസിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ആസ്ട്രോനട്ട് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ബഹിരാകാശത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന ട്രാവലേഴ്സിനെ പറയുന്നവരാണ് ആസ്ട്രോണട്ട്. ദെൻ ആസ്റ്റർ മീൻസ് സ്റ്റാർ, ആസ്ട്രിക് മീൻസ് സ്റ്റാർ മാർക്ക്. ആസ്ട്രോളജർ, ആസ്ട്രോളജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജ്യോതിശാസ്ത്രജ്ഞനാണ് നമ്മൾ ആസ്ട്രോളജർ എന്ന് പറയുന്നത്. ദെൻ ആസ്ട്രോയിഡ്, സ്റ്റാർ ഷേപ്ഡ്, അതിനെയാണ് നമ്മൾ ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് എ ക്രോസ് വേർഡ് പസിൽ, കലാമിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്രോസ് വേർഡ് പസിലാണ്. സോ പ്രിപ്പയർ ദ പസിൽ ആൻഡ് ടേക്ക് എ ഫോട്ടോ ആൻഡ് സെൻഡ് ടു മീ. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഡു subscribe my channel, watch my video, like my video and share my video with your friends. Thank you very much.